മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ. അതിന് അന്നും ഇന്നും ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: നടി ഊർവശി. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിക്കൊണ്ട് തന്റെ അഭിനയ ജീവിതത്തിലെ ഓരോ പടി കയറുമ്പോഴും ഊർവശി നേടിയെടുത്തതെല്ലാം തന്നെ വലിയ നേട്ടങ്ങളായിരുന്നു. മലയാളികളുടെ ഒരുവിധം എല്ലാ ഭാവങ്ങളും അഭ്രപാളിയിൽ ഏറെ മനോഹരമാക്കി മലയാള ചലച്ചിത്ര ലോകത്ത് തന്റേതായൊരു ഇടം നേടിയെടുക്കാൻ ഊർവശിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച നടിയിൽ വരെ എത്തി നിൽക്കുന്നു. ബാലതാരമായി സിനിമയിലേക്കെത്തിയ ഊർവശി ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നടിയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ പുരസ്കാര നേട്ടത്തിലൂടെ. ഉള്ളൊടുക്ക് എന്ന സിനിമയിലെ കഥാപാത്രമാണ് നടി ഊർവശിക്ക് അംഗീകാരം നേടിക്കൊടുത്തത്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ലീലാമ്മ എന്ന അമ്മ കഥാപാത്രത്തെയാണ് ഊർവശി അവതരിപ്പിച്ചത്. പാർവതി തിരുവോത്താണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന നായികാവേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ഊർവശിയെ തേടിയെത്തുന്നത് ഇത് 6ാം തവണയാണ്. 1989-ലാണ് കരിയറിലെ ആദ്യ സംസ്ഥാന അവാർഡ് ഊർവശി നേടിയത്. മഴവിൽ കാവടി, വർത്തമാനകാലം എന്നീ സിനിമകളിലെ പ്രകടനത്തിനായിരുന്നു ഊർവശി അവാർഡിനർഹയായത്. പിന്നീട് അടുത്തടുത്ത വർഷങ്ങളിൽ അവാർഡ് നേടി ഹാട്രിക് നേട്ടം സ്വന്തമാക്കി. 1990-ൽ തലയണ മന്ത്രത്തിലും 91-ൽ കാക്കത്തൊള്ളായിരം, കടിഞ്ഞൂൽ കല്യാണം, ഭരതം, മുഖചിത്രം എന്നീ സിനിമകളിലെ പ്രകടനത്തിനുമാണ് നടിയെ തേടി അവാർഡ് എത്തിയത്. 4 വർഷത്തിന് ശേഷം 1995-ൽ കഴകത്തിലൂടെ 4ാമത്തെ അവാർഡും 2007-ൽ മധുചന്ദ്രലേഖയിലൂടെ 5ാമത്തെ അവാർഡും സ്വന്തമാക്കി. 50-ലധികം വർഷങ്ങൾ പിന്നിട്ട സിനിമാ ജീവിതത്തിൽ വീണ്ടും ഊർവശി മികച്ച നടിയാണെന്ന് തന്റെ പ്രകടനത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. 1994-95 വർഷങ്ങളിൽ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ഊർവശിയെ തേടിയെത്തിയിരുന്നു. ഇപ്പോഴിതാ ഉള്ളൊഴുക്കിലെ അവാർഡിലൂടെ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ നിരയിലേക്ക് കടന്നുകയറിയിരിക്കുകയാണ് ഊർവശി. 1977-ൽ തന്റെ 8ാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ഊർവശി 1978-ൽ റിലീസായ വിടരുന്ന മുട്ടുകളിലൂടെയാണ് ആദ്യമായി മലയാളികളുടെ മുന്നിലെത്തുന്നത്. അതിനുശേഷം 1979-ൽ കതിർമണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി പ്രത്യക്ഷപ്പെട്ടു. 1983-ൽ തന്റെ 13ാം വയസ്സിലാണ് ആദ്യമായി നായികയായി വേഷമിടുന്നത്. കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രത്തിൽ പിന്നീടും 3 വർഷങ്ങൾക്ക് ശേഷമാണ് റിലീസായത്. ഇതിനിടെ നായികയായി റിലീസായ ആദ്യ ചിത്രം 1983-ൽ പുറത്തിറങ്ങിയ മുന്താനെ മുടിച്ച് ആയിരുന്നു. ഈ സിനിമ വൻ വിജയമായത് ഊർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. തുടർന്നിങ്ങോട്ട് മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ ഊർവശി ഇന്നും നല്ല കഥാപാത്രങ്ങളിലൂടെ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. 80കളിലും 90കളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഊർവശി. ഇക്കാലയളവിൽ 500-ലധികം മലയാള ചിത്രങ്ങൾ അവർ അഭിനയിച്ചു. മലയാളം, തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും ഊർവശി വേഷമിട്ടിട്ടുണ്ട്. കോമഡി ടൈമിംഗിലും ഗൗരവ കഥാപാത്രങ്ങളിലും തന്റേതായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഊർവശിക്ക് കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണങ്ങളായിരുന്നു ഓരോ വേഷങ്ങളും.